രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നിലമ്പൂരിലെ വോട്ടിംഗ് യന്ത്രപ്പൂട്ടുകൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. 10,000-ൽ കുറയാത്ത വോട്ടിന് ജയിക്കുമെന്ന് UDF ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പ് എന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. LDFന് അനുകൂലമായ അടിയൊഴുക്ക് ഉണ്ട് എന്നാണ് PV അൻവർ അവസാന മണിക്കൂറിൽ പറയുന്നത്. അനുനിമിഷം അപ്രതീക്ഷിത വഴിത്തിരിവുകളും അതിസാഹസിക രാഷ്ട്രീയ ട്വിസ്റ്റുകളും നിറഞ്ഞു നിന്ന നിലമ്പൂർ കളത്തിൽ നാളെ ആര് ചിരിക്കും? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. നിലമ്പൂരിന്റെ ജനവിധി അറിയാൻ ഇനി ഒരൊറ്റ രാത്രി മാത്രം. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. 263 ബൂത്തുകളാണുള്ളത്. 14 ടേബിളുകളിലായി 19 റൗണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും തുടങ്ങി അമരമ്പലത്ത് അവസാനിക്കുന്ന വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ UDFO LDFO അൻവറോ ആര് ജയിച്ചാലും ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ജയപരാജയങ്ങൾ കേരളമാകെയും പ്രത്യേകിച്ച് മലബാർ രാഷ്ട്രീയത്തിലും നിർണായകമാകും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വലിയ വിജയം പ്രതീക്ഷിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നേരിയ വോട്ടിനെങ്കിലും വിജയിക്കുമെന്ന് CPIM കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിന് തന്നെ കാരണക്കാരനായ PV അൻവർ നേടിയ വോട്ടുകൾ മുന്നണികളുടെ കണക്കുകൂട്ടലുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. കൂട്ടിക്കിഴിക്കലുകളുടെയും പ്രവചനങ്ങളുടെയും സമയം കഴിഞ്ഞു. നാളെ അറിയാം ആര് ജയിക്കും, ആര് തോൽക്കും. ഫലമെന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഇനി കുറച്ചുനാൾ നിലമ്പൂർ ഫലം നിറഞ്ഞു നിൽക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. വോട്ടെണ്ണലിന്റെ സ്വഭാവം എന്താകും എന്നുള്ളത് നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. 3 റൗണ്ട് നിർണായകമാകും. ആദ്യത്തെ 3 റൗണ്ടിൽ UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടെണ്ണും കൂടുതൽ ബൂത്തുകളും ഇവിടെയാണ്. 1-2 റൗണ്ടുകളിൽ UDF മേൽക്കൈ നേടാൻ തന്നെയാണ് സാധ്യത. 3-ാം റൗണ്ടിൽ LDFും UDFും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമായേക്കും എന്നുള്ള വിലയിരുത്തലുകളുമുണ്ട്. വഴിക്കടവിൽ കഴിഞ്ഞ തവണ LDFന് ലഭിച്ചത് 35 വോട്ടിന്റെ നേരിയ ലീഡ് മാത്രമാണ്. UDF ലീഡ് ചെയ്യുകയും അൻവർ 1000-ലേറെ വോട്ട് നേടുകയും ചെയ്താൽ LDFന് അവിടെ തിരിച്ചടി ഉണ്ടാകും. LDF ലീഡ് ചെയ്യുകയും UDF 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്താൽ ട്രെൻഡ് നമുക്ക് പറയാനാകില്ല. 4-ാം റൗണ്ട് ഒരു സൂചകമായി പ്രവർത്തിക്കും. വഴിക്കടവിലെ ശേഷിച്ച 4 ബൂത്തുകളും ശേഷം മൂത്തേടം പഞ്ചായത്തും എണ്ണും. UDF സ്വാധീനമായ പ്രദേശമായ മൂത്തേടം പഞ്ചായത്തിലെ LDF ലീഡിന് സാധ്യതയില്ല. 5-ാം റൗണ്ടിലും മൂത്തേടം പഞ്ചായത്തിലെ വോട്ടെണ്ണൽ തുടരും. മൂത്തേടത്ത് LDFന് നേരിയ ലീഡെങ്കിലും നേടാനായാൽ ഫലം സ്വരാജിന് അനുകൂലമാകുമെന്ന് ആദ്യ വിലയിരുത്തലുകളിലേക്ക് നമുക്കെത്താം. ഇതിനുശേഷം വോട്ട് എങ്ങോട്ടാണ് ഒഴുകുക എന്നതുകൂടി നോക്കാം. 12 റൗണ്ട് വരെയും UDF സ്വാധീന ബൂത്തുകളാണ്. ഈ വോട്ടുകൾ ഫലം നിർണ്ണയിക്കും. 13, 14, 15 റൗണ്ടുകൾ LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ ബൂത്തുകളാണ്. ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഒരുപക്ഷെ അവിടെ വീണേക്കാം എന്നുള്ള വിലയിരുത്തലുണ്ട്. 13, 14, 15 റൗണ്ടുകളിലെ 20 ബൂത്തുകൾ PV അൻവറിന് സ്വാധീനമുള്ളവയാണ്. 16 മുതൽ 19 റൗണ്ട് വരെ UDF LDF വോട്ടുകൾ ഏതാണ്ട് തുല്യമായി വീണേക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണത്തെ ലീഡ് എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. മൂത്തേടം, എടക്കര, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ ലീഡ് UDFനായിരുന്നു. കരുളായി, പോത്തുകല്ല്, അമരമ്പലം പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഡ് LDFനാണ്. നിലമ്പൂർ നഗരസഭയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് LDFന് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പഞ്ചായത്തുകളിലെല്ലാം ലീഡ് നേടിയത് UDF ആണ്. അതേസമയം നമ്മൾ ഓർക്കണം, വളരെ കുറച്ച് വോട്ട് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ആരുടെ പ്രതീക്ഷ ഫലിക്കുമെന്നുള്ളത് പരിശോധിക്കാം. അമരമ്പലം ഒഴികെയുള്ള 6 പഞ്ചായത്തുകളിലും ലീഡ് നേടാനാകുമെന്നാണ് UDF ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വഴിക്കടവ്, മൂത്തേടം, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ വ്യക്തമായ ലീഡ് പ്രതീക്ഷയുണ്ട് അവർക്ക്. അമരമ്പലം, പോത്തുകല്ല്, കരുളായി പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ഉറപ്പാണ് എന്നാണ് LDF കരുതുന്നത്. ആകെ 25,000-ൽ കുറയാത്ത വോട്ട് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ PV അൻവർ ചെയ്യുന്നത്. സനീഷ്, ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റാ ഷീറ്റിലെ വിവരങ്ങൾ. എന്തായാലും ഇത് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകും എന്നുള്ള പ്രഖ്യാപനം നേരത്തെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാനാവുക ഇതിന് ശേഷം വലിയ ചർച്ചകൾ എന്തായാലും ഉണ്ടാകും. കാരണം UDFന് ഒരു തിരിച്ചടി ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷ നേതാവിനടക്കം അതിൽ ഉത്തരം പറയുക എന്നത് മാത്രമല്ല, തുടർന്നങ്ങോട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ കോൺഗ്രസിലെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ പ്രതികൂലമായി ബാധിക്കാവുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്നു വരും. ഇപ്പുറത്ത് സ്വരാജ് ഇത് ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ LDFന്റെ അടിത്തറ വോട്ടുകൾ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള അവരുടെ വിലയിരുത്തലിനപ്പുറത്ത് ഒരു തകർച്ചയുണ്ടായാൽ പിന്നെ സർക്കാരിനും വലിയ പ്രതിസന്ധിയായിരിക്കും. അങ്ങനെ പല തരത്തിൽ നിർണായകമായ ആ
വോട്ടെടുപ്പിന്റെ ഫലം നാളെ നമ്മൾ അറിയാൻ പോവുകയാണ്. അതെ, ഇതിൽ ഹർഷൻ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ആർക്കും ഒരു പിടിയുമില്ല. കാര്യം BJP സ്ഥാനാർത്ഥി നേരത്തെ വന്നിട്ട് പറഞ്ഞത് എൻ്റെ കുറേ വോട്ടുകൾ UDF ആര്യാട് ഷൗക്കത്തിലേക്ക് പോയി എന്നാണ്. ഇപ്പോൾ PV അൻവർ അല്പം ഒരു 3-4 മിനിറ്റ് മുമ്പ് ഇട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന 10,000-ഓളം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് ഭയന്ന് UDF നിന്നും M സ്വരാജ് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പോസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ ആർക്കും പ്രത്യേകിച്ച് പിടിയൊന്നുമില്ലാത്ത ഒരു മണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത്. നമുക്ക് ഇന്ന് RDX ഡിബേറ്റ് മോഡിലാണ്. നമ്മളോടൊപ്പം LDF-ന്റെയും UDF-ന്റെയും അൻവറിന്റെ പാർട്ടിയുടെയും നേതാക്കളുണ്ട്. അവരിലേക്ക് വളരെ പെട്ടെന്ന് വരാം. നിലമ്പൂരിൽ ആര് ജയിക്കും? CPI നേതാവ് ശ്രീ VS സുനിൽകുമാർ, മുൻ മന്ത്രി, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. റിജിൽ മാക്കുറ്റി, കോൺഗ്രസ് നേതാവ്, കണ്ണൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. VS സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്നാണ്. ഷൗക്കത്ത് എനിക്ക് തോന്നുന്നു അവിടെ നിലമ്പൂരിൽ തന്നെയാണ്. പക്ഷേ ആദ്യ ചോദ്യം ചോദിക്കണോ അല്ല ഞാൻ ചോദിക്കണോ? ചോദിച്ചോളൂ. എൻ്റെ ചോദ്യം നെഗറ്റീവായിട്ടുള്ള ചോദ്യമാണ് ശ്രീ VS സുനിൽകുമാർ. ആദ്യത്തെ തന്നെ, അതായത് തോൽവി ഉണ്ടായാൽ, അങ്ങനെ ചോദിക്കുന്നത് ക്ഷമിക്കണം, കാരണം അത് തോൽവിയും ജയവും രണ്ട് കാര്യങ്ങളാണല്ലോ. അതിൽ ആദ്യത്തെ നെഗറ്റീവായിട്ട് തന്നെ ചോദിക്കാം. തോൽവി ഉണ്ടായാൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ട് നല്ല വിരുദ്ധ വികാരമുണ്ട് എന്നൊരു തോന്നൽ നാട്ടിൽ ഉണ്ടാവുകയില്ലേ? അതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് വിചാരിക്കുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയവും തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ദിശയും നിർണ്ണയിക്കുമെന്ന് പറയുന്നതിനോടൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ പത്രക്കാരൊക്കെ ചോദിച്ചപ്പോഴും അല്ലാത്തപ്പോഴും പറഞ്ഞൊരു കാര്യം, ഒരു ഗവൺമെൻറ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ആ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ അത് വിലയിരുത്തുന്നതിനുള്ള ഒരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന ഫലം സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു ഘടകം കൂടി അതിനകത്തുണ്ടാവും. പക്ഷേ പൂർണ്ണമായിട്ടും സർക്കാരിനെ വിലയിരുത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിനകത്ത് ഡിബേറ്റിംഗ് പോയിന്റുകളൊക്കെ വേറെ ഉണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ നേരത്തെ LDF തന്നെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളാരും ഞങ്ങളുടെ LDF നേതാക്കന്മാരാരും ഇതൊരു ഭരണത്തെ വിലയിരുത്തുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ വിലയിരുത്തുന്നതല്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നാളെയും പറയാനും പോകുന്നില്ല. നാളെ ഉണ്ടാകുന്ന ഫലത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ നേട്ടങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണെങ്കിലും വികസന കാര്യങ്ങളാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു വിലയിരുത്തൽ ജനങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള 2-3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ആ മണ്ഡലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം വർഗീയതയോടുള്ള സമീപനമാണ്. വർഗീയതയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആര് സ്വീകരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഭരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി പലപ്പോഴും വർഗീയതയുമായി സന്ധി ചെയ്യുന്ന സമീപനം ആരാണ് എടുക്കുന്നത്? അതിൻ്റെ ഒരു ഉരക്കല്ലാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ എടുക്കുന്ന നിലപാടുകൾ. ആ നിലപാടിൽ LDF എടുത്തിരിക്കുന്ന സത്യസന്ധമായിട്ടുള്ള യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സുതാര്യമായ വളരെ സ്റ്റബേണായ നിലപാട് സ്വാഭാവികമായിട്ടും പിന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ശ്രദ്ധിക്കുകയും അതിന്റെ പിന്തുണ. പക്ഷേ ശ്രീ VS സുനിൽകുമാർ, അതിലൊരു പ്രശ്നം UDF ആവർത്തിച്ച് ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ആകെപ്പാടെ പറയാനുണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത എന്നത് മാത്രമായിരുന്നു. ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് അവസാന ഘട്ടം വരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കം. അല്ല, അത് അവർ ഡിഫൻസിലായതുകൊണ്ട് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വർഗീയത, ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്ന് വേർതിരിച്ച് കാണിക്കുന്നതിൻ്റെ പിന്നിൽ അവർ വർഗീയമായ താല്പര്യങ്ങൾ തന്നെയാണ്. വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയത എന്നോ ഭൂരിപക്ഷ വർഗീയത എന്നോ വ്യത്യാസമൊന്നും വർഗീയത സംബന്ധിച്ച് നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയില്ല. അത് സാങ്കേതികമായിട്ടൊക്കെ പറയാൻ കഴിയും. പക്ഷേ വർഗീയതയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അത് ഒരേ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്നതാണ് വർഗീയതയ്ക്കെതിരായ നിലപാട്. അത് തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ് എന്ന് പറയാനുള്ള
ഒരു രാഷ്ട്രീയമായ ആർജവമാണ് വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെന്ന് പറയുന്നത്. അത് ആരാണ് അവിടെ എടുത്തിട്ടുള്ളത്? അത് എടുത്തിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതാണ് അവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് BJP-യുടെ സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾ പറയുന്നതാണോ ശരി, അതല്ല അവിടെ കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ആ കുറ്റം മറ്റുള്ളവരിൽ ആരോപിക്കുക. നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയുന്ന കാര്യം അവിടെ പറയുന്നില്ല. ആ പരിപാടിയാണ് അവർ നടത്തിയത്. പക്ഷേ ഇന്ന് കള്ളി വെളിച്ചത്തായി BJP-യുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ. BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞതെന്താ നിങ്ങൾ കേട്ടതാണല്ലോ. അവിടെ കോൺഗ്രസിലേക്ക് BJP-യുടെ വോട്ടുകൾ പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥാനാർത്ഥിയാണ് പറയുന്നത്, ഞങ്ങൾ പറയുന്നതല്ല. അപ്പോൾ BJP-യെ പറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ പറ്റിയും ന്യൂനപക്ഷ വർഗീയതയെ പറ്റി പറയുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ന്യൂനപക്ഷ വർഗീയതയെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത താലോലിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ അടിത്തട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം ഏത് വർഗീയതയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള കൂട്ടുപിടിക്കാൻ കഴിയാവുന്ന ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരായിട്ടുള്ളവരുടെ യാതൊരു തരത്തിലുള്ള അവരുടെ അടിസ്ഥാന സ്വഭാവം എന്താണെങ്കിൽ പോലും അതൊന്നും നോക്കാതെ ഇത്തവണ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം എന്ന ഒറ്റ ലക്ഷ്യം വെച്ചാണ് UDF അവിടെ പ്രവർത്തിച്ചത്. അതെ, സ്വാഭാവികം. ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ, ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രചാരണത്തിന് ഏതറ്റം വരെയും പോകും, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വയ്ക്കുന്നതെല്ലാം ഏതറ്റം വരെയും പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ വേണമെങ്കിൽ UDF-ന് വിജയിക്കാവുന്നത് തന്നെയല്ലേ? അല്ല ഹർഷൻ, അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. നിങ്ങൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വേർതിരിച്ചാലും ഇവിടെ ജനം എന്ന് പറയുന്ന ഒരു എല്ലാവരും ചേരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് താങ്കളിലേക്ക് വരാം. ശരി എന്നാ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തോളൂ, എന്നിട്ട് ഞാനൊന്ന് റിജിൽ മോക്കറ്റിലേക്ക് പോയിക്കോളാം. കംപ്ലീറ്റ് ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏതറ്റവും വരെ പോകാം എന്ന് പറഞ്ഞ ഹർഷന്റെ പറഞ്ഞ ആ ഒരു വാദഗതി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പിന്നെ സ്ഥാനാർത്ഥി തന്നെ M സ്വരാജ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങൾക്ക് RSS-ന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഒരു വർഗീയ താല്പര്യം അല്ല വർഗീയ നിലപാടെടുക്കുന്ന ഒരാളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും ജയിക്കാൻ എന്തും ചെയ്യുക എന്നതല്ല, സത്യസന്ധമായ നിലപാടെടുത്തുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ വിജയം നേടുക എന്ന് പറയുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞാൻ തിരിച്ചു വരാം ശ്രീ സുനിൽകുമാർ താങ്കളിലേക്ക്. നമ്മൾ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം പോകാതെ നമുക്ക് റിജിൽ മാക്കുറ്റിലേക്കും മറ്റ് ഷൗക്കത്തിലേക്കും ഒന്ന് പോകണം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇതിനകത്ത് എനിക്ക് ഓർമ്മയുണ്ട് നിലമ്പൂരിൽ ആദ്യ ദിവസങ്ങളിൽ ഒരു 25,000 വോട്ടിന് ഞങ്ങൾ വിജയിക്കും എന്നായിരുന്നു UDF പറഞ്ഞത്. ഒരു ദിവസത്തെ പത്രത്തിൻ്റെ നടുപേജിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പേജിൽ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് 25,000 വോട്ടിന് ഞങ്ങൾ വിജയിക്കും എന്നതായിരുന്നു ടൈറ്റിൽ തന്നെയുമെന്ന് ഞാൻ ഓർക്കുന്നു. പിന്നീട് അത് 15,000 കുറഞ്ഞു വന്നു. PK കുഞ്ഞാലിക്കുട്ടിയും സതീശനൊക്കെ 15,000 എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ 10,000 എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതേസമയം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് 7,500 വോട്ടിനാണ് വിജയിക്കുക എന്ന് പറയുന്നത്. 10,000-ത്തിലേക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് UDF. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നില്ല ഇപ്പോൾ. ഒരു പരാജയം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന ഒരു സംഗതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന സംശയം പുറത്തുള്ള ആളുകൾക്ക് തോന്നും. അങ്ങനെ ഒരു ഭയപ്പാട്, ആത്മവിശ്വാസക്കുറവ് UDF-ന് അവസാന ദിവസമായപ്പോൾ ആയിട്ടുണ്ടോ? ശ്രീ സനീഷ്, അത് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവില്ല. ഞങ്ങൾക്ക് എന്തിനാണ് ആത്മവിശ്വാസക്കുറവ്? ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ജനവികാരം ഈ നാട്ടിലെമ്പാടും അലയടിക്കുകയാണ്. തീർച്ചയായും അത് തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലും പാലക്കാടും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, ആ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയത്. വികസന പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ നിലമ്പൂർ ബൈപ്പാസ്, കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ കവളപ്പാറയിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാത്ത വിഷയങ്ങൾ, അതോടെ വന്യമൃഗ ശല്യങ്ങൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രദേശമാണ് ഈ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങൾ. അവിടെയൊക്കെ ഞങ്ങൾ
അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ RSSന് വേണ്ടി, ആ സംഘപരിവാറിന് വേണ്ടി അപമാനിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും ആ മലപ്പുറംകാരുടെ വികാരം നിലമ്പൂരുകാർ പ്രതിഫലിക്കും. അതുകൊണ്ട് നിങ്ങൾ ആർക്കും ഭയപ്പെടണ്ട. നിങ്ങൾ ഈ പിന്നെ ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകൾ വളരെ ശക്തമായി സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു അതിഹൈപ്പ് കൊടുത്ത് ഇതുവരെ മത്സരിക്കാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ബുദ്ധിജീവിയോട് സ്വരാജിന് ആരെങ്കിലും ഹൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ച് നിങ്ങളുടെ സുഹൃത്തും സഹപ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് സ്വരാജിനെ മത്സരിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പടം വെച്ചിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അദ്ദേഹമാണ്, ഞങ്ങളാരുമല്ല. അവിടെയാണ് ഹൈപ്പ് തുടങ്ങിയത്. ഞങ്ങളിവിടെ ആര്യാടൻ ഷൗക്കത്തിനാണ് മണ്ഡലത്തിൽ വിജയസാധ്യത എന്നും UDFിലാണ് ആ മണ്ഡലത്തിൽ മേൽക്കെയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇവിടെ കൊണ്ടുവരൂ സ്വരാജിനെ എന്ന്. അല്ലല്ല, അതെ, അതിനുശേഷം നിങ്ങൾ നടത്തിയ ഓരോ ഡിബേറ്റ് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം നിങ്ങളൊക്കെ നടത്തിക്കോളൂ. സ്വരാജിന് വേണ്ടി നിങ്ങൾ അതി ഹൈപ്പ് കൊടുത്തത് കൊണ്ട് ഒന്നും പ്രശ്നമില്ല. ഇപ്പോൾ ശൈലജ ടീച്ചർ വടകര മത്സരിച്ചിട്ട് എന്തായി? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നോക്കൂ, വലിയ രൂപത്തിൽ തിരിച്ചടി നാളെ നിലമ്പൂരിലുണ്ടാവും. നമ്മൾ ഉൾപ്പെടെ നാളെ നിലമ്പൂരിലേക്ക് വരാൻ പോവാണ്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ നിലമ്പൂരിലേക്ക് വരുന്നത്. 25,000 എന്ന് പറഞ്ഞത് ഞങ്ങൾ 25,000 പറഞ്ഞിരിക്കും. 15,000 25,000 ഇടയിലുള്ള ഭൂരിപക്ഷം ശ്രീ ആര്യാട ഷൗക്കത്തിനുണ്ടാകും. ആ രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ജനകീയ വികാരം അവിടെയുണ്ട്. പിന്നെ വർഗീയ കക്ഷികളുമായി ഞങ്ങളാരും ധാരണയിലെത്തിയിട്ടൊന്നുമില്ല. വർഗീയ കക്ഷികളുമായി ചേർന്ന് നിൽക്കുകയും തരാതരം പോലെ അടവ് നയം സ്വീകരിക്കുകയും ചെയ്ത പാർട്ടി LDF ആണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ പറയുന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഈ പറയുന്ന നമ്മുടെ LDFിന്റെ പ്രതിനിധിയായ ശ്രീ സുനിൽകുമാർ അദ്ദേഹം പറയാണ്, അത് വർഗീയ കക്ഷികളുമായൊക്കെ ഞങ്ങൾക്ക് ബന്ധമില്ല. RSSന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പാട്ടം കൊടുത്തതാരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ആ മുഖ്യമന്ത്രിയുടെ പാട്ടം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് വിലപിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുനിൽകുമാർ. എന്തായിരുന്നു RSSുമായിട്ടുള്ള ബന്ധമെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. അപ്പൊ RSSനെ പ്രീണിപ്പിക്കാനുള്ള സകല നിലപാട് എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ശ്രീ ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന തന്നെ എന്താ, ഞങ്ങൾ RSSുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ RSSുമായി ഒളിഞ്ഞു തടിഞ്ഞുമുള്ള രാഷ്ട്രീയ ബാന്ധവത്തിന് നേതൃത്വം കൊടുത്തത് CPM ആണ് എന്നുള്ളത് ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട് അത് വളരെ ശക്തമായ രൂപത്തിൽ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ല കാര്യം. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ സർക്കാർ വിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആ ബാന്ധവത്തിൽ അന്ന് കെ സുധാകരനും ഉണ്ടായിരുന്നു എന്നുള്ള കൗതുകമുണ്ട്. ഞാനിതിപ്പോ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ശ്രീകർഷൻ കോൺഗ്രസ് ആയിരുന്നു. അല്ല, അത് തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ അത് ജനസംഘമായിരുന്നില്ല. അത് ജനസംഘമായിരുന്നില്ല, ജനതാ പാർട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ കാര്യം? അതെ, പറയട്ടെ. അല്ല, സംഘടന അല്ല 89-ലോ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ നേതൃത്വം കൊടുത്തത് അക്ഷയ് സിംഗ് സുർജിത്തും അതോടൊപ്പം തന്നെ LK അദ്വാനി വാജ്പേയി ഒന്നിച്ച് മത്സരിച്ചിട്ടില്ലേ? 89-ൽ ഈ സംഖ്യ BJP ആയിരുന്നില്ലേ? ഒരുമിച്ച് മത്സരിച്ചിട്ടില്ല. അത് തെറ്റാണ്. കാരണം അവിടെ VP സിംഗിന് പിന്തുണ കൊടുക്കണം. ഒരുമിച്ച് മത്സരിച്ചിട്ടില്ല. തെറ്റായ വിവരമായോണ്ടാട്ടോ ഞാൻ ഇടപെട്ടത്. സുനിൽകുമാർ പറഞ്ഞ ശേഷം റിജിൽ താങ്കളിലേക്ക് കൊടുത്തില്ലേ? BJPയുടെ പിന്തുണ ഉണ്ടായില്ലേ? LDFിന്റെ പിന്തുണ ഉണ്ടായിട്ടില്ലേ? ഒരുമിച്ച് മത്സരിച്ചിട്ടില്ല. അല്ല, ഒരുമിച്ചിട്ട് അവിടെ അല്ല, ഞാൻ വസ്തുതാവിരുദ്ധമായ കാര്യം വന്നുകൊണ്ട് ഇടപെട്ടതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ക്ലിയർ ആവും. നിങ്ങൾ പരാജയപ്പെടുത്താൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടാൻ നിങ്ങളുടെ നേതൃത്വം തയ്യാറായിരുന്നല്ലോ. നിങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്ന പോലെ തൃശ്ശൂർ പൂരം കലക്കിയത് കേരളത്തിലെ ഗവൺമെന്റ് ആണെന്ന് VS സുനിൽകുമാർ പറഞ്ഞിട്ടില്ല. അത് RSS കലക്കി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. RSSന്റെ പങ്കിനെ പറ്റിയാണ് പറഞ്ഞത്. അവിടെ ഗവൺമെന്റിനെയോ പിന്നെ മുഖ്യമന്ത്രിയെയോ മറ്റു പോലീസിനെ ഉപയോഗിച്ച് ഞാൻ കൃത്യം കേരളത്തിലെ പോലീസ് അല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോ നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോ നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും. അല്ല, നമുക്കൊന്ന് ഷൗക്കത്തിലേക്ക് പോയിട്ട് വരാം. നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും.
സുനിൽകുമാർ സിദ്ദിഖിൽ ഞാൻ അങ്ങോട്ട് വരാം. നമുക്കൊന്ന് ഷൗക്കത്ത് കുറച്ചു നേരമായിട്ടിരിക്കുകയാണ്. പെട്ടെന്നായിക്കോട്ടെ. DCC പ്രസിഡന്റിനെ പുറത്താക്കിയത് എന്തിനാ? TN പ്രതാപനെ പുറത്താക്കിയത് എന്തിനാ? TN പ്രതാപനെയും DCC പ്രസിഡന്റിനെ പുറത്താക്കിയത് എന്തിനാ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആരുമായി കൂട്ടുചേർന്നതിന്റെ പേരിലാണ്. ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോ കോൺഗ്രസുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ആ കുട്ടിയിൽ അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ അധികം കാലത്ത് പറഞ്ഞു നടക്കില്ല. ആ വിഷയത്തിൽ നിർത്താം. ഒന്ന് ഷൗക്കത്തിനെ കൂടെ പോയിട്ട് ഇടവേളയിലേക്ക് പോവാം. ശരി, ഞാൻ തിരിച്ചു വരാം. ഷൗക്കത്ത് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഷൗക്കത്തിനോടാണ് ചോദ്യം. ഷൗക്കത്ത് ഒരു നിമിഷം റിജിൽ, ഒരു നിമിഷം വരാം. ഷൗക്കത്ത്, ഈ അൻവർ തോൽവി ഭയന്നിട്ടാണോ ഇപ്പൊ ഒരു 10,000 വോട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു എന്ന് പറയുന്നത്? തോൽവി ഭയന്നു എന്ന് വെച്ചാൽ ഷൗക്കത്തിനും അൻവറിനും അറിയാമായിരിക്കും അപ്പുറത്താണ് വിജയം വരിക എന്ന്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരമാണ് എന്ന്. അൻവർ വിജയിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരിക്കും. പക്ഷേ ഇപ്പൊ 10,000 വോട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഷൗക്കത്ത്? അവസാന സമയത്ത് ഈ 9 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. ഞാനത് കേട്ടിട്ടില്ല സനീഷ, ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കാം. പ്രിയപ്പെട്ട വോട്ടർമാരെ, പ്രവർത്തകരെ, നാളെ 8 മണി മുതൽ വോട്ട് എണ്ണി തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയ ഫലങ്ങളാണ്. ആ സമയത്തുണ്ടാകുന്ന റിസൾട്ട് ആരും നിരാശരാകരുത്. നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന 10,000-ഓളം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് ഭയന്ന് UDF നിന്ന് M സ്വരാജിന് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കൃത്യമായ വിവരമുണ്ട്. എങ്കിലും അതിനെയും മറികടന്ന് നമ്മൾ വിജയിക്കുമെന്ന് ഇന്ന് നടത്തിയ ഫീൽഡ് സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് അങ്ങനെ ചില കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള ആശങ്ക എന്ന് പറയുന്നത് 10,000 വോട്ട് UDF നിന്ന് സ്വരാജിന് പോയിട്ടുണ്ട് എന്നാണ്. അല്ല, മൂപ്പർക്ക് അതിന് എവിടുന്നെങ്കിലും അത് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മുതിരുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ തുടക്കം മുതൽ അൻവർ ഒരു ഫാക്ടറല്ല എന്ന് പറഞ്ഞ് രണ്ട് മുന്നണികളും അൻവറിനെ തീരെ മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ആ സാഹചര്യം മാറി അൻവർ ഒരു ഫാക്ടറാണ് എന്നും അൻവറിന് ഇടതുപക്ഷം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തോ അവരെന്തോ എത്ര കണക്കിൽ 5,000 വോട്ടോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ UDF 25,000 വോട്ട് പറഞ്ഞെടുത്തുനിന്ന് ഇപ്പോൾ ഒക്കെ കൂടെ ഒരു 10,000 വോട്ടിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് PV അൻവറിന് നിലമ്പൂരിൽ വിജയിച്ച് കയറാനുള്ള എല്ലാ സാഹചര്യവും, രാഷ്ട്രീയ സാഹചര്യവും അവിടെ ഉണ്ട്, നിലമ്പൂരിലുണ്ട്. അത് ആ നാട്ടിലെ വോട്ടർമാർ വോട്ടിലൂടെ ഉപയോഗപ്പെടുത്തി വിനിയോഗിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നാളെ ഇനിയിപ്പോൾ ഒരുപാട് അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ തുടങ്ങുകയാണ്. അതുവരെ നമുക്ക് ഇതുപോലെ ഗീർവാണങ്ങളും അതുപോലെ തന്നെ പിന്നെ അഹങ്കാരമൊക്കെ പറയാം. പക്ഷേ ഇപ്പോഴും നിലമ്പൂർ ചർച്ച ചെയ്യുന്നത്, ഇപ്പോൾ ഇവർ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഗോവിന്ദം CPM-ൻ്റെ സെക്രട്ടറി MV ഗോവിന്ദം പറഞ്ഞ RSSുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലേക്കൊക്കെ പോയി നിലമ്പൂരിലെ വിഷയത്തെ, നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ട വിഷയത്തെ, ആ വിഷയം എന്ന് പറഞ്ഞത് എങ്ങനെ ആ തെരഞ്ഞെടുപ്പുണ്ടായി, PV അൻവർ എന്തിനാണ് രാജിവെച്ചത്, ഇതൊക്കെയായിരുന്നു നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പല തവണ ഇവർ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എങ്കിലും നിലമ്പൂരിലെ ജനത ആ വിഷയങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് സുനിൽകുമാർ സാറ്, ഞാൻ പറഞ്ഞുതരാം, ഈ ആദ്യമായിട്ട് ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂരം കലങ്ങിയതല്ല അത് കലക്കിയതാണെന്ന അഭിപ്രായമുള്ള ആളാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇരിക്കുന്ന സുനിൽകുമാർ സാറ്. അപ്പോൾ അദ്ദേഹത്തിനും ഇന്ന് വരെ ഈ വിഷയത്തിൽ വ്യക്തമായൊരു മറുപടി പറയാൻ, അത് കലങ്ങിയതാണോ കലക്കിയതാണോ എന്ന് കൃത്യമായി മറുപടി പറയാൻ, കലങ്ങിയതല്ല അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്, ADGPക്ക് അതിൽ ഒരു പങ്കുമില്ല, കേരള പോലീസിന് അതിലൊരു പങ്കുമില്ല, ആഭ്യന്തര വകുപ്പിന് അതിലൊരു പങ്കുമില്ല എന്ന് പറയാൻ കഴിയുമോ? അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടോ? ആദ്യം പ്രതികരിച്ചത് PV അൻവർ പ്രതികരിച്ചതുപോലെ തന്നെ പ്രതികരിച്ച ഒരാളാണ് സുനിൽകുമാർ സാറ്. അപ്പോൾ ഈ വിഷയം നിലമ്പൂരിൽ ചർച്ചയായിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയുമായി, റിജിൽ മാക്കുറ്റി പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയം, ഒരു ജില്ലയെ അപരവൽക്കരിക്കാൻ ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി തന്നെ മറ്റൊരു സംസ്ഥാനത്ത് പോയി, അല്ല മറ്റൊരു സംസ്ഥാനത്തുള്ള ഒരു ദേശീയ മാധ്യമത്തിന് പിന്നെ ബൈറ്റ് കൊടുത്ത് അത് അച്ചടിച്ചു വന്ന് അത് കേരളത്തിൽ അറിയുന്നില്ല, അത് PV അൻവർ പുറത്തു കൊണ്ടുവന്ന് അത് ചർച്ചയായി. അതിനും കൃത്യമായ ഒരു മറുപടി
ഹിന്ദു പത്രം മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം തടിയൂരുന്നതിനപ്പുറത്തേക്ക് ആരാണിത് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന വിഷയം ഇപ്പോഴും അന്തരീക്ഷത്തിലാണ്. അതിനൊരു മറുപടിയും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിലമ്പൂര്, അല്ല സനീഷ് ഒന്ന് പൂർത്തിയായിക്കോട്ടെ, നിലമ്പൂര് എന്ന് പറഞ്ഞ മലയോര ജനത തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവിടുത്തെ വന്യജീവി വിഷയം മുഖവിലക്കെടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ വിഷയം ചർച്ചയായി ഒരുപാട് MLA മാർ, 138 MLA മാർ, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, MP മാർ എല്ലാവരും സജീവമായി അവിടെ നിന്നു പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സാധുക്കളായ ജനങ്ങൾ അത് വിശ്വസിച്ച് ഇവർക്ക് തന്നെ വോട്ട് ചെയ്യുമോ, അല്ല ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് സമര പോരാട്ടത്തിനിറങ്ങിയ PV അൻവറിന് വോട്ട് ചെയ്യുമോ എന്ന് നമുക്ക് നാളെ പെട്ടിപ്പൊട്ടിക്കും മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയതെങ്കിലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിന് വിജയിച്ചു കയറുവാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും. ശരി, അല്പസമയത്തിന് ശേഷം PV അൻവർ തന്നെ നേരിട്ട് വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. 9 മണിക്ക് കൃത്യസമയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലെത്തും. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്.